Okay, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആപ്ലിക്കേഷൻസ് ടു ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്താണ് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഡിമോവേഴ്സ് തിയറം. ഡിമോവേഴ്സ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻസ് ടു ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഇപ്പൊ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ ഫോമും നമ്മൾ ഇവിടെ അതാ യൂസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പറും അതേപോലെ തന്നെ ഡിമോവേഴ്സ് തിയറം ഉപയോഗിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതില് ഒരു ക്വസ്റ്റ്യൻ വഴി അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക എങ്ങനെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. Find the derivative with respect to x of e raised to 3x into cos 3x. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. അപ്പോ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പ്രോഡക്റ്റ് റൂൾ അറിയാമല്ലോ. പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് e raised to 3x ഒരു ഫംഗ്ഷൻ ആണ്, cos 4x മറ്റൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്താണ് ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇങ്ങനെ ചെയ്യാം, എല്ലാവർക്കും അറിയായിരിക്കും. ഇനി പക്ഷെ നമ്മള് കോംപ്ലക്സ് ഫംഗ്ഷൻസിന്റെ എക്സ്പോണൻഷ്യൽ ഫോമും അതേപോലെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ എക്സ്പോണൻഷ്യൽ ഫോമും പിന്നെ ഡിമോവേഴ്സ് തിയറവും യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പോവുകയാണ്. അപ്പൊ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. അതിനെക്കാട്ടി ഒന്നുകൂടെ പ്രയാസമാണ് ഈ മെത്തേഡ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോ e raised to 3x into cos 4x ന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് ഇതിൽ നിന്നും ഒരു കോംപ്ലക്സ് നമ്പറിന്റെ, ഇത് ഫുള്ളി ഒരു കോംപ്ലക്സ് നമ്പർ അല്ല, പക്ഷെ ഇതിന്റെ കൂടെ സംതിങ് ആഡ് ചെയ്തിട്ട് നമ്മളൊരു കോംപ്ലക്സ് നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോംപ്ലക്സ് നമ്പറിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതും ഇതൂടെ കമ്പയർ ചെയ്തിട്ട് ആൻസർ എത്തും. അപ്പോ ഇവിടെ നമുക്ക് e raised to 3x into cos 4x ആണ്. അപ്പൊ കൺസിഡർ ദി കോംപ്ലക്സ് നമ്പർ. ഇത് താഴെ പറയുന്ന കോംപ്ലക്സ് നമ്പർ ശ്രദ്ധിക്കുക. ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ അല്ല, e raised to 3x into cos 4x നകത്ത് കോംപ്ലക്സ് നമ്പർ അല്ല, അത് റിയൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. i എവിടെയും വന്നിട്ടില്ലല്ലോ. അപ്പൊ താഴെ പറയുന്ന കോംപ്ലക്സ് നമ്പർ ശ്രദ്ധിക്കുക. e raised to 3x into cos 4x plus i sin 4x. മനസ്സിലായോ? അപ്പൊ നമ്മള് ഇതിന്റെ കൂടെ i sin 4x കൂടെ ചേർത്തിട്ട് നമ്മൾ അവിടെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടാക്കി. ഈക്വൽ ടു e raised to 3x into ഇതിനെ നമുക്ക് ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം എന്താണ്? cos 4x plus i sin 4x എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ എക്സ്പോണൻഷ്യൽ ഫോം എന്താ? e raised to 4ix അല്ലേ? e raised to i theta എന്ന് പറയുന്ന cos theta plus i sin theta ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ e raised to 4ix ആണ് cos 4x plus i sin 4x. അപ്പൊ ഇതിനെ ഈക്വൽ ടു നമുക്ക് e raised to 3x into e raised to 4ix എന്ന് എഴുതാം. അത് ഈക്വൽ ടു e raised to 3 plus 4i into x എന്ന് എഴുതാമല്ലോ. അപ്പൊ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ കൊണ്ടുവന്നു e raised to 3 plus 4i into x. ഇനി നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഫംഗ്ഷനുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവുമല്ലോ, നമ്മുടെ e raised to 3x into cos 4x plus i sin 4x ന്റെ എന്തായിട്ട് വരും ഈ e raised to 3x into cos 4x? അതിന്റെ റിയൽ പാർട്ട് ആയിട്ട് വരത്തില്ലേ? നിങ്ങളോട് e raised to 3x into cos 4x plus i sin 4x ന്റെ റിയൽ പാർട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to 3x into cos 4x അല്ലേ നമുക്ക് കിട്ടുക. അതേപോലെ ഇതിന്റെ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് ആൻസർ? i into sin 4x. ആ i അല്ല പറയേണ്ടത്, sin 4x into പുറത്തൊരു e raised to 3x ഉണ്ട്. അപ്പൊ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് e raised to 3x into sin 4x ആണ്. ഓക്കെ, അപ്പോ അത് നമുക്കിപ്പോ അറിയണ്ട. നമ്മളോട് e raised to 3x into cos 4x ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോംപ്ലക്സ് നമ്പർ ഹാസ് e raised to 3x into cos 4x as its real part. ഇനി now differentiating z with respect to x we obtain. ഇപ്പൊ നമ്മള് ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ ഇപ്പൊ കൊണ്ടുവന്ന ഈ e raised to 3 plus 4i into x നെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. dz by dx is equal to e raised to 3 plus 4i into x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ.
3+4 ആ കോൺസ്റ്റന്റ് എഴുതണം. നമ്മളിവിടെ എന്താ പറയുക, ചെയിൻ റൂൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ e3+4i into xന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ e3+4i into x, പിന്നെ ആ 3+4i into xന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയാണ് ഇവിടെ 3+4i into e3+4i into x എന്ന് വരുന്നത്. ഇതുവരെ പറഞ്ഞാൽ ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ e3+4i into xന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ 3+4i into e3+4i into x എന്ന് കിട്ടും. ഈക്വൽ ടു, ഇനി e3+4i into xനെ വീണ്ടും ഡിമൂവേഴ്സ് ഫോർമുല വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. 3+4i അതുപോലെ എഴുതുന്നു. ഇനി e3x ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിനെ e3x എന്ന് തന്നെ എഴുതി. e3+4i into xനെ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ? e3xa plus 4ix എന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് e plus b നെ നമുക്ക് e into e എന്ന് എഴുതാമല്ലോ. അങ്ങനെ നമ്മൾ e3x ഇവിടെ എഴുതുന്നു. അതിനുശേഷം e4i into x നെ നമുക്ക് cos 4xa plus I sin 4x എന്ന് എഴുതി. ഡിമൂവേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇസഡിന്റെ ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? dz/dx ആണ് കണ്ടുപിടിച്ചത്. പക്ഷെ ഈ ഇസഡിന്റെ റിയൽ പാർട്ട് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഫംഗ്ഷൻ. അതിന്റെ ഡെറിവേറ്റീവ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ രണ്ട് സൈഡിലും റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുന്നത്, ഒരു കോംപ്ലക്സ് നമ്പറിനെ മറ്റൊരു കോംപ്ലക്സ് നമ്പറിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഫംഗ്ഷൻസിന്റെ റിയൽ പാർട്ടുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ലെഫ്റ്റിലുള്ളതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dx ഒരു മാറ്റം വരത്തില്ല. d/dx ഓഫ് ഇസഡിന്റെ, നമ്മൾ ആദ്യമേ പറഞ്ഞു ഇസഡിന്റെ റിയൽ പാർട്ട് എന്തായിരുന്നു? നമുക്ക് വേണ്ട ആ ഫംഗ്ഷൻ e3x into cos 4x ആണ്. ഇനി റൈറ്റ് സൈഡിലും ഇതേപോലെ തന്നെ റിയൽ പാർട്ട് മാത്രം എഴുതുക. അപ്പൊ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ i വരാത്ത ടേമുകളാണ് എഴുതേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 3 ഫംഗ്ഷൻസ് ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. 3 എന്ന് പറഞ്ഞാൽ ഇതൊരു സ്കെയിലർ ആണ്. പിന്നെ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നതിനകത്തുനിന്ന് നമ്മൾ i വരാത്തത് എവിടെയെന്ന് നോക്കുന്നു. അപ്പൊ നോക്കിക്കേ, നമ്മൾ 3 into എല്ലാത്തിന്റെയും കൂടെ e3x ഉണ്ട്, കാരണം അത് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. 3 into e3xa into cos 4x. അതിന്റെ കൂടെ i വരത്തില്ലല്ലോ, അത്. പിന്നെ i വരാത്തത് എവിടാ? ഈ 4i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ cos 4xന്റെ കൂടെ അത് വരും. പിന്നെ I sin 4x നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ i വരും. ഇനി ഈ i പോകണമെങ്കിൽ, i ഇല്ലാത്തത് എപ്പോഴായിരിക്കും? ഈ iയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രം. അപ്പൊ 4i into e3x into I into sin 4x എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 4i into i വരുമ്പോഴത്തേനും അവിടെ മൈനസ് വരുമല്ലോ, i² മൈനസ് ആണ്. അപ്പൊ മൈനസ് 4 into e3x into sin 4x. ഇനി ഇതേപോലെ തന്നെ നമ്മളോട് ഇമാജിനറി പാർട്ടിന്റെ കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല. അഥവാ ഇമാജിനറി പാർട്ടിൻ്റെതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ ഇമാജിനറി പാർട്ട് എന്താ? d/dx ഓഫ് ഇസഡിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇസഡിന്റെ ഇമാജിനറി പാർട്ട് എന്താ? e3xa into
സൈൻ 4x ആണ് ഇസഡിന്റെ ഇമാജിനറി പാർട്ട്. അപ്പൊ d by dx of e raised to 3x into സൈൻ 4x ഈക്വൽ ടു, ഇനി ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നില്ല, ഡി ബൈ ഡി എക്സ് പിടിച്ചേക്കുന്നതിന്റെ റൈറ്റ് സൈഡിലുള്ളതിന്റെ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കണം. ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ എന്താ വേണ്ട? ഇപ്പൊ നമുക്ക് വേണ്ടത് ഐ എവിടൊക്കെ വരുന്നു എന്ന് നോക്കുന്നു, അതിന്റെ കോഎഫിഷ്യന്റ് ആണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, 3നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ ഈ ഐ സൈൻ 4x കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോ അതിന്റെ കോഎഫിഷ്യന്റ് മാത്രം എഴുതിയാൽ മതി, ഐ എഴുതണ്ട. 3 ഇൻറ്റു സൈൻ 4x ഇൻറ്റു ഇ റേസ് ടു 3x, അത് ഇവിടെ രണ്ടാമത്തെ ടേം ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റൊരെണ്ണം എന്ന് പറയുന്നത് 4 ഇൻറ്റു ഇ റേസ് ടു 3x ഇൻറ്റു കോസ് 4x. ഈ രണ്ടിടത്താണ് ഐ വരുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പറയണമെന്നുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും മനസ്സിലാകാത്തതായിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ഇതേപോലൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അതിനെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ കൂടെ സൈൻ തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ കോസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഇതേപോലെ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോംപ്ലക്സ് നമ്പർ അവിടെ കൊണ്ടുവരുന്നു, കോംപ്ലക്സ് ഫംഗ്ഷൻ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ കാണും. ഒന്നുകിൽ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇമാജിനറി പാർട്ട് അല്ലെങ്കിൽ റിയൽ പാർട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് മാറ്റി എഴുതി. നമ്മുടെ ഗിവൺ ഫംഗ്ഷനെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഭാഗമാക്കി മാറ്റി. ആ രീതിയിൽ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്നിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടൂടെ ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഇതിലെ ഈ ടൈപ്പിലെ ടെക്സ്റ്റിലും നിങ്ങളുടെ ഗൈഡിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടുള്ളൂ ഈ സെക്ഷനിൽ. ഇനി ലാസ്റ്റിലെങ്ങാനും ഉണ്ടോ എന്ന് അറിയില്ല. വേറെ കിട്ടുവാണെങ്കിൽ ചെയ്യാം, കാരണം ഇതേപോലെ കുറെ ചെയ്താലേ ഇത് ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഒരു വേഗ് ഐഡിയ വരത്തുള്ളൂ. ഇങ്ങനത്തെ കുറെ എണ്ണം ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയർ ആകത്തുള്ളൂ. ഇപ്പൊ ഡിഫറൻസിയേഷൻ്റെതാണ് നമ്മൾ ഒരെണ്ണം ചെയ്തത്. ഇതേപോലെ തന്നെ ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ ക്യാപിറ്റൽ I ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റേസ് ടു ax ഇൻറ്റു കോസ് bx dx. അപ്പൊ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷനെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഭാഗമാക്കി മാറ്റുക എന്ന് വെച്ചാൽ ഇത് ഏതിന്റെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട്, ഇത് ഏതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഭാഗമാണോ ആ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കൊണ്ടുവരുന്നു, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം? ലാസ്റ്റ് നമ്മൾ ഏതാണോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, റിയൽ പാർട്ട് ആണെങ്കിൽ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ആണെങ്കിൽ ഇമാജിനറി പാർട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇന്റഗ്രൽ ഇ റേസ് ടു ax cos bx dx. Let us consider the integrand as the real part of the complex number e raised to ax into. അപ്പൊ നേരത്തെ പോലെ ഇനിയിപ്പോ കുറച്ചുകൂടെ മുമ്പത്തെ ഇത് പഠിച്ചത് കൊണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കോസ് bx-നെ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യാനാണ് തോന്നുന്നത്? നമുക്കൂടെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ടുവരണമെങ്കിൽ പ്ലസ് ഐ സൈൻ ബി എക്സ് ആഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് കോസ് 5x ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് ഐ സൈൻ 5x എഴുതുക. കോസ് 6x ആണെങ്കിൽ അങ്ങനെ അതേപോലെ തന്നെ. അപ്പൊ കോസ് bx പ്ലസ് ഐ സൈൻ bx ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം
ഇ റേസ് ടു എ എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ ബി എക്സ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു എ പ്ലസ് ഐ ബി എക്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് അപ്പൊ നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ആണ്. ഈ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ ഇ റേസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രലിന്റെ റിയൽ പാർട്ടാണ്. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇ റേസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇ റേസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ് നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കുമ്പോൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ഐ ബി, അങ്ങനെയാണല്ലോ, പ്ലസ് സി ഈക്വൽ ടു ഇ റേസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ്. ഇവിടെ എന്താ ചെയ്തേക്കുന്നതെന്ന് അറിയോ? നമുക്ക് ഇങ്ങനെ ഡിനോമിനേറ്ററില് പിന്നെ ഒരു കോംപ്ലക്സ് നമ്പർ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ഇൻറ്റു റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പം എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ആ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ഐ ബി ആണ്. അതുകൊണ്ട് നമ്മൾ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് സി ഈക്വൽ ടു താഴെ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. മുകളിൽ നമുക്ക് എ മൈനസ് ഐ ബി ഇൻറ്റു ഇ റേസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ് എന്ന് വരും, പ്ലസ് സി എന്ന് വരും. ഇനി ഈക്വൽ ടു എന്താ ചെയ്തതെന്ന് അറിയുമോ? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണേ. സ്പ്ലിറ്റ് ചെയ്തിട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഇ റേസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സിനെ നമുക്ക് ഇ റേസ് ടു എ എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ ബി എക്സ് എന്ന് എഴുതാമല്ലോ. അങ്ങനെ കിടന്നിരുന്നതിനാണല്ലോ നമ്മളിപ്പോ ചേർത്ത് വെച്ചത്. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇ റേസ് ടു എ എക്സ് ആദ്യം എഴുതുന്നു. ഇ റേസ് ടു എ എക്സ് ആദ്യം എഴുതി ബ്രാക്കറ്റിനുള്ളിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇ റേസ് ടു ഐ ബി എക്സ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇ റേസ് ടു എ എക്സ് ഇവിടെ എഴുതിയിട്ട് നമ്മൾ ഇ റേസ് ടു ഐ ബി എക്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു ഇ റേസ് ടു ഐ ബി എക്സ് മൈനസ് ഐ ബി ഇൻറ്റു ഇ റേസ് ടു ഐ ബി എക്സ് എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി. പറഞ്ഞത് ക്ലിയർ ആയോ? ഇ റേസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇ റേസ് ടു എ എക്സ് പുറത്ത് എഴുതി, ബാക്കി ഉണ്ടായിരുന്ന ഇ റേസ് ടു ഐ ബി എക്സ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി എന്താന്ന് വെച്ചാൽ നമ്മളൊരു പ്ലസ് സി എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കൊടുക്കുന്ന കോൺസ്റ്റന്റും ഒരു കോംപ്ലക്സ് നമ്പർ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതും കൺസിഡർ ചെയ്യണം. അപ്പൊ സി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. സിയുടെ ഫോം C1 പ്ലസ് IC2 ഫോമിലുള്ള ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ പോസിബിലിറ്റി എപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ അത് റിയൽ ആകാം, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ അത് കൊടുക്കുക. C=C1 plus IC2. Put in the above equation and equate real and imaginary parts. Integral e raised to a plus ib into x is equal to e raised to ax into a into e raised to ibx minus ib into e raised to ibx whole divided by a square plus b square plus c1 plus ic2. Okay. ഇനി ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പില് ഇ റേസ് ടു എ എക്സ്, അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇൻറ്റു നമുക്ക് എ ഇൻറ്റു ഇ റേസ് ടു ഐ ബി എക്സ് ആണ്. ഇ റേസ് ടു ഐ ബി എക്സിനെ നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് കോസ് ബി എക്സ് പ്ലസ് ഐ സൈൻ ബി എക്സ് എന്ന് എഴുതാമല്ലോ. അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്. എ ഇൻറ്റു ഇ റേസ് ടു ഐ ബി എക്സ് അല്ലേ? അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എ ഇൻറ്റു കോസ് ബി എക്സ് എ പ്ലസ് ഐ എ ഇൻറ്റു സൈൻ ബി എക്സ് മൈനസ് ഐ ബി ഇൻറ്റു ഇനി വീണ്ടും ഇ റേസ് ടു ഐ ബി എക്സ് വന്നിരിക്കുന്നു, കോസ് ബി എക്സ് പ്ലസ് ഐ സൈൻ ബി എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് C1 പ്ലസ് IC2 ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ഇൻറ്റു ഉള്ളിൽ എ കോസ് ബി എക്സ് പ്ലസ് ഐ എ സൈൻ ബി എക്സ് മൈനസ് ഐ ബി കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഐ ബി കോസ് ബി എക്സ്. ഇനി വീണ്ടും മൈനസ് ഐ ബി കൊണ്ട് ഐനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
plus b sin bx whole divided by a square plus b square. പ്ലസ് ബി വന്നാൽ മനസ്സിലായോ? ഇവിടെ മൈനസ് ഐ ബി ഇൻറ്റു ഐ ആണ്. ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 വരും. മൈനസും മൈനസും പ്ലസ് ആവും. അങ്ങനെയാണ് ഇവിടെ പ്ലസ് ബി സൈൻ ബി എക്സ് വരുന്നത്. ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് c1 പ്ലസ് ഐ c2. ഇനി എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആണ്. അപ്പൊ ആ ഫംഗ്ഷനെ നമ്മളൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഭാഗമാക്കി മാറ്റി ആ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തിരിച്ചു പോകണം. ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട. ഇതിന്റെ റിയൽ പാർട്ടിന്റെ ഇന്റഗ്രൽ മാത്രം മതി. ഓക്കെ, ഇക്വേറ്റിംഗ് റിയൽ പാർട്സ് വി ഒബ്റ്റെയിൻ. ലെഫ്റ്റ് സൈഡിലുള്ളത് ഇന്റഗ്രൽ e raised to a plus ib into x. അതിന്റെ റിയൽ പാർട്ട് ആണ് നമുക്ക് വേണ്ടത് e raised to ax into cos bx dx. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് വന്നതെന്ന്. അത് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളത് ശ്രദ്ധിക്കുക. അതിന്റെ റിയൽ പാർട്ട് എഴുതുമ്പം e raised to ax ഉണ്ട്. ഇനി ഉള്ളിൽ i വരാത്ത ടേംസ് മാത്രം എഴുതുക. a cos bx പ്ലസ് ലാസ്റ്റിലുള്ള b sin bx ഹോൾ ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇനി c1 പ്ലസ് ഐ c2 എന്ത് എഴുതണം? പ്ലസ് c1 എഴുതണം. ഇനി ഒരു ബോണസ് ആയിട്ട് ഇമാജിനറി പാർട്ടിന്റെ കൂടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ അത് ചോദിച്ചിട്ടില്ല. പക്ഷെ അഥവാ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇന്റഗ്രൽ e raised to ax into sin bx dx is equal to e raised to ax into നോക്കിക്കേ i വരുന്ന എവിടൊക്കെയാന്ന് നോക്കുക. നോക്കൂ, i a sin bx. i എഴുതരുത്. നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെ വരുന്ന ആളാണ്. അപ്പോ a sin bx മൈനസ് b cos bx ഹോൾ ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c1 പ്ലസ് ഐ c2. നമുക്ക് c2 എന്ന് എഴുതാം. c2 ആണ് അതിന്റെ ഇമാജിനറി പാർട്ട്. ഓക്കെ, ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? Next is hyperbolic functions. അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷൻസിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. Hyperbolic functions. The hyperbolic functions are the complex analogues of the trigonometric functions. അപ്പോ ഈ trigonometric functions നമ്മൾ sin x, cos x, tan x, cot x ഇതെല്ലാം പഠിച്ചതാണല്ലേ. അപ്പൊ അതിന് സിമിലർ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോപ്പർട്ടീസിലൊക്കെ സിമിലാരിറ്റി വരും ഉള്ള ഫങ്ഷൻസ് ആണ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന് എന്താ ഹൈപ്പർബോളിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. ഡെഫിനിഷൻസ്. The two fundamental hyperbolic functions are cos hx and sin hx. അപ്പൊ നമ്മള് ഹൈപ്പർബോളിക് ഫങ്ഷൻസിനെ നമ്മൾ cos hx ഉം sin hx ഉം h ഉണ്ട് ശ്രദ്ധിക്കുക. ഹൈപ്പർബോളിക്കിന്റെ h ആണത്. cos hx sin hx ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. ബാക്കി എല്ലാ ഹൈപ്പർബോളിക് ഫങ്ഷൻസും ഈ രണ്ടെണ്ണത്തിൽ നിന്നാണല്ലോ വരുന്നത്. Which are the hyperbolic equivalents of cos x and sin x? They are defined as follows. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ cos hx ഉം sin hx ഉം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. cos hx equal to 1/2 into e raised to x plus e raised to minus x. sin hx is equal to 1/2 into e raised to x minus e raised to minus x. ഇതേ രീതിയിൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെയല്ല, ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ cos x നെയും sin x നെയും എഴുതിയത് ഓർക്കുന്നുണ്ടോ? എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസിന്റെ ടേംസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. e raised to ixa plus e raised to minus ix divided by 2 ആണ് cos x. e raised to ixa minus e raised to minus ix divided by 2i ആണ് sin x. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് നോക്കുക, e raised to x ആണ്. cos hx is an even function and sin hx is an odd function. cos x even ആണോ? cos x ഉം sin x ഉം ഏതാ ഈവൻ ഏതാണ് ഓഡ്? cos x എന്താണ്? ഈവൻ ആണ്. sin x എന്ന് പറയുന്നത് ഓഡും ആണ്, നമുക്കറിയാം.
ഇതേപോലെ തന്നെ cos hx ഈവൻ ആണ്, sin hx ഓഡ് ആണ്. അത് താഴെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഇസിക്കൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഇസിക്കൽ മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇവന്റെ ഓഡിന്റെ ഡെഫിനിഷൻ ആണ്. സോ നമ്മൾ ഇവിടെ നോക്കുന്നു കോസ് എച്ച് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എ പ്ലസ് ഇ റേസ് ടു മൈനസ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു നമ്മുടെ ഈ ഡെഫിനേഷനകത്ത് എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്താൽ മതി. അപ്പൊ ഇ റേസ് ടു മൈനസ് എക്സ് അധികം ഇ റേസ് ടു മൈനസ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇ റേസ് ടു എക്സ് എ പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ എച്ച് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പൊ എക്സ് വന്നിടത്തെല്ലാം മൈനസ് എക്സ് കൊടുക്കണം. ഇ റേസ് ടു മൈനസ് എക്സ് എ മൈനസ് e raised to minus of minus x equal to 1/2 into e raised to minus x minus e raised to x equal to ഇത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മൈനസ് പുറത്തെടുക്കുന്നു. മൈനസ് 1/2 ഇൻറ്റു തിരിയുവല്ലോ ഉള്ളിൽ എഴുതിയതപ്പോ e raised to x മൈനസ് e raised to minus x എന്നാവും ഈക്വൽ ടു മൈനസ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്താ, നമ്മുടെ സൈൻ എച്ച് എക്സിന് നമ്മൾ പഠിച്ചല്ലേ, മൈനസ് സൈൻ എച്ച് എക്സ്. ഓക്കെ, മുകളിൽ വന്നിരിക്കുന്നത് ഞാൻ എഴുതിയില്ലല്ലോ. ഇത് കോസ് എച്ച് എക്സ് ആണ് കേട്ടോ. അപ്പൊ അതുകൂടെ എഴുതണം, എന്നാലേ നമുക്കത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ കോസ് എച്ച് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിച്ചപ്പോ നമുക്ക് കിട്ടിയത് കോസ് എച്ച് എക്സ് ആണ്. അപ്പൊ അത് ഈവൻ ആയി. സൈൻ എച്ച് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിച്ചപ്പോ നമുക്ക് കിട്ടിയത് എന്താ, മൈനസ് സൈൻ എച്ച് എക്സ് ആണ്. അപ്പോ സൈൻ എച്ച് എക്സ് എന്താണ്, ഓടും ആണ്. The remaining hyperbolic functions are ഇപ്പൊ ടാൻ എക്സ് എക്സ് ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സൈൻ എച്ച് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എക്സ് ആണ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പൊ ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനെ കുറിച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇൻ മാത്തമാറ്റിക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആർ അനലോഗസ് ഓഫ് ദി ഓർഡിനറി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ബട്ട് ഡിഫൈൻഡ് യൂസിംഗ് ദി ഹൈപ്പർബോള റാദർ ദാൻ ദി സർക്കിൾ ജസ്റ്റ് ആസ് ദി പോയിന്റ്. അപ്പൊ നമ്മുടെ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കോസ് ടി സൈൻ ടി, ഈ കോസ് ടിയും സൈൻ ടിയും നമുക്ക് ടീന്റെ വാല്യൂസ് വേരി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ സർക്കിളിലെ ഏതൊരു പോയിന്റിനെയും നമുക്ക് കോസ് ടി സൈൻ ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനും സാധിക്കും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കോസ് ടി സൈൻ ടി ടിയുടെ വാല്യൂസ് നമ്മളിങ്ങനെ വേരി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സർക്കിൾ ആയിരിക്കും. ഇതേപോലെ ഈ കോസ് എച്ച് ടി സൈൻ എച്ച് ടി ടീന്റെ വാല്യൂസ് നമ്മൾ വേരി ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് അറിയോ, ഫോം ദി റൈറ്റ് ഹാഫ് ഓഫ് ദി യൂണിറ്റ് ഹൈപ്പർബോള. അപ്പൊ നോക്കിക്കേ, ഇവിടെ കർവ് വരച്ചിട്ടുണ്ട്. ഈ കർവ് വരച്ചിരിക്കുന്നത് കണ്ടോ. അപ്പൊ ഇതിനകത്തിൽ ആ കട്ടിയുള്ള ലൈൻ എന്ന് പറയുന്നത് y is equal to sin hx, ഡോട്ടഡ് ലൈൻ y is equal to cos hx, പിന്നെ ചെറിയ കുത്ത് വരുന്നത് tan hx. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ഹൈപ്പർബോളയുടെ ഒരു പോർഷൻ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അപ്പൊ അങ്ങനെയാണ് ഇതിന് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സീക് എച്ച് എക്സ്. സീക് എച്ച് എക്സ് ഇത് ഈ പറഞ്ഞ നമ്മുടെ ഈ അനലോഗസ് ആണെന്ന് പറഞ്ഞല്ലോ. മറ്റതിന്റെ പ്രോപ്പർട്ടീസ് കുറെ സിമിലർ ആണ് ഇതുമായിട്ട്. സീക് എക്സ് എന്ന് പറഞ്ഞാല് റെസിപ്രോക്കൽ ഓഫ് കോസ് എക്സ് ആണ് നമുക്കറിയാം. അതേപോലെ തന്നെ സീക് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ 1 cos h x ആണ് ഈക്വൽ ടു cos h x ന്റെ ഡെഫിനിഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇത് എഴുതാം 2 e raised to x plus e raised to minus x. അടുത്ത cosec h x equal to 1 sin h x equal to 2 e raised to x minus e raised to minus x. cot h x എന്ന് പറഞ്ഞാൽ 1 tan h x ആണ്. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ടാന്റെ അറിയാലോ, നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. e raised to x plus e raised to minus x divided by e raised to x minus e raised to minus x. All the hyperbolic functions above have been defined in terms of the real variable x. അപ്പൊ നോക്കിയേ, നമ്മള് കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, നമ്മളിപ്പം എഴുതിയത് മുഴുവനും എക്സ് എന്ന് പറയുന്ന റിയൽ വേരിയബിൾ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻസ് എല്ലാം എഴുതിയിട്ടുള്ളത്. However, this was simply so that they may be plotted. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ് വൈ പ്ലെയിനിൽ ഇത് വരയ്ക്കാൻ എളുപ്പം റിയൽ വേരിയബിൾ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ ഒരൊറ്റ പ്ലെയിനിൽ നമുക്ക് ഇതെല്ലാം വരച്ച് കാണിക്കാം. കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് 2 പ്ലെയിൻ വേണ്ടി വരും.
However, this was simply so that they may be plotted. The definitions are equally valid for any complex number z. അപ്പോൾ ഇത് ഈ പറഞ്ഞ എല്ലാ ഡെഫിനിഷനും ഒരു കോംപ്ലക്സ് നമ്പറിനും വാലിഡ് ആയിട്ട് ഉള്ള കാര്യമാണ്. ഇപ്പോൾ cos h z എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിച്ച അതേ ഫോർമുല തന്നെ പറയാം, എക്സ് മാറ്റി z ആക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, 3.7.2 hyperbolic trigonometric analogies. In this section, we discuss the close relationship between the two groups of functions. So, നമ്മളിപ്പോ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് കണ്ടു. നേരത്തെ തന്നെ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അറിയാം. ഇതിനെ തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന് സെക്ഷനിൽ നിന്നും ഡെഫിനറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. We know that cos x is equal to e raised to ix plus e raised to minus ix divided by 2. അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. cos x ന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സെക്ഷൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നമുക്ക് പഠിച്ച കാര്യമാണ്. ഇതിനകത്ത് എന്ത് ചെയ്യുന്നറിയോ, എക്സിന് പകരം ix കൊടുക്കുന്നു. അപ്പൊ cos ix is equal to e raised to I into ix plus e raised to minus I into ix whole divided by 2 equal to e raised to I into ix എന്ന് പറഞ്ഞാൽ e raised to minus x plus e raised to minus I into ix എന്ന് പറഞ്ഞാൽ e raised to x എന്ന് വരും whole divided by 2. Question number 1. Also sin x is equal to sin x നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് e raised to ix minus e raised to minus ix divided by 2i implies sin ix is equal to e raised to sin ix കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. sin x ൻ്റെതാണ് നമ്മൾ എഴുതിയ ഫോർമുല. sin ix കണ്ടുപിടിക്കാൻ x ന് പകരം ix കൊടുക്കുന്നു. e raised to I into ix minus e raised to minus I into ix whole divided by 2i equal to I square minus ആണ്, അത് കൊടുക്കുമ്പോൾ e raised to minus x minus e raised to x whole divided by 2i equal to ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അറിയാം. ഇവിടെ 1/i എന്ന് പറഞ്ഞ 1/2i ആ കിടക്കുന്നത്. അതിനെ 1/2നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, 1/2 എന്ന് എഴുതി. ഇനി 1/i എന്ന് പറയുന്നതും മൈനസ് i എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ ആ മൈനസ് ഐക്ക് അതിൽ i ഇവിടെ എഴുതിയിട്ട് മൈനസ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ എനിക്ക് e raised to x minus e raised to minus x എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 1/2i ആണ് കിടക്കുന്നത്. 1/2നെ അങ്ങ് മാറ്റി എഴുതി. 1/i എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. അത് എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാം. 1/iനെ 1/i എന്ന് നിങ്ങൾ എഴുതിയിട്ട് മുകളിലും താഴെ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. മൈനസ് ഐ ആണ്. അപ്പൊ മൈനസ് ഐക്ക് അതിൽ i ഇവിടെ എഴുതിയിട്ട് -1 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ e raised to x minus e raised to minus x. Question number 2. ഇതിനിടയ്ക്ക് ഒരു കാര്യം കയറുമെന്ന്, ഇതിന്റെയൊക്കെ ഗ്രാഫുകൾ കൂടെ വന്നിട്ടുണ്ട്. cos hx, graphs of cos hx and sec hx. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ കുറച്ചുകൂടെ നല്ല വൃത്തിയുള്ള ഫിഗറുകൾ കാണാം കേട്ടോ. ഞാൻ വരച്ചതാ. ഗ്രാഫ്സ് ഓഫ് cos hx and sec hx, cosec hx, sin hx, ഇതിന്റെ എല്ലാം ഗ്രാഫ്. ചിലപ്പോ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും, പറയാൻ പറ്റത്തില്ല. ഗ്രാഫ്സ് ഓഫ് sin hx and, അതായത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി. ഗ്രാഫ്സ് ഓഫ് sin hx and cos hx from equations 1 and 2. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ കണ്ടല്ലോ, എന്താ ലാസ്റ്റ് കണ്ടേന്ന് അറിയോ? രണ്ട് ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. cos ix എഴുതിയിട്ടുണ്ട്, sin ix എഴുതിയിട്ടുണ്ട്. അപ്പൊ cos ഇപ്പൊ റൈറ്റ് സൈഡിൽ എന്താ നമുക്ക് കിട്ടിയേ? cos ix is equal to e raised to x plus e raised to x, അത് e raised to minus x by 2 എന്നാണ് കിട്ടിയേക്കുന്നത്. അത് എന്തിന്റെ ഫോർമുലയാണ്? cos hx ന്റെ ഫോർമുലയാണ്. അപ്പോ cos ix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം ആസ് cos hx. നെക്സ്റ്റ് നമ്മുടെ sin ix നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു എക്സ്ട്രാ i ഉണ്ട്, അത് നോക്കണ്ട. 1/2 into e raised to x minus e raised to minus x, അത് നമ്മൾ പഠിച്ച sin hx ന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ I sin hx എന്നല്ലേ നമുക്ക് കിട്ടിയേക്കുന്നേ. I sin hx is equal to sin ix. ഇനി ഇതിൽ നിന്ന് നമുക്ക് cos x is equal to cos h ix എന്ന് എഴുതാം. അപ്പൊ ഇത് ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ റിലേഷൻസ് വരുമ്പോൾ നമുക്ക് അറിയുന്നത് എന്താണോ അതിൽ നിന്നും എങ്ങനെ ഇത് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുക. cos hx equal to cos ix എന്ന് കിട്ടിയിട്ടുണ്ട്.
ഇനി എനിക്ക് വേണ്ടത് കോസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എച്ച് ഐ എക്സ് എന്നാ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ കോസ് എച്ച് എങ്ങനെ വേണേൽ നമുക്ക് ചെയ്യാം. കോസ് ഓഫ്, ഞാനിവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത് കോസ് ഐ എക്സിനകത്തിൽ മാറ്റം വരുത്തി. ഒന്നുകിൽ കോസ് എച്ച് എക്സ് അകത്ത് എക്സിന് പകരം ഐ എക്സ് കൊടുക്കാം, അല്ലെങ്കിൽ കോസ് ഓഫ് ഐ എക്സിനകത്ത് എക്സിന് പകരം ഐ എക്സ് കൊടുക്കാം. എങ്ങനെയായാലും ഒരേപോലെ തന്നെ കിട്ടും. കോസ് ഓഫ് ഐ ഇൻറ്റു എക്സിന് പകരം ഐ എക്സ് കൊടുക്കുന്നു ഈക്വൽ ടു കോസ് എച്ച് ഓഫ് ഐ എക്സ്. ഇനി കോസ് ഓഫ് ഐ ഇൻറ്റു ഐ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് എക്സ് ആണ് ഈക്വൽ ടു കോസ് എച്ച് ഐ എക്സ്. ഇനി കോസ് ഓഫ് മൈനസ് എക്സ് ഈസ് കോസ് എക്സ് ആണ്, കാരണം കോസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, കോസ് എക്സ് ഈക്വൽ ടു കോസ് എച്ച് ഐ എക്സ് എന്ന് കിട്ടും. അതേപോലെ തന്നെ അടുത്തത് ഐ സൈൻ എച്ച് എക്സ് ഈക്വൽ ടു സൈൻ ഐ എക്സ് ഉണ്ട്. നമുക്ക് കാണിക്കേണ്ടത് ഐ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ എച്ച് ഐ എക്സ് എന്നാ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാം, നമുക്ക് അറിയാവുന്ന ഫോർമുലക്കകത്ത് ഐ സൈൻ എച്ച് എക്സിനകത്ത് എക്സിന് പകരം ഐ എക്സ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഐ സൈൻ എച്ച് ഐ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഐ ഓഫ് ഐ എക്സ് ഇംപ്ലൈസ് ഐ സൈൻ എച്ച് ഐ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ഐ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ്. ഐ സൈൻ എച്ച് ഐ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഡ് ഫംഗ്ഷൻ ആയിട്ട് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ ഐ സൈൻ എച്ച് ഐ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടും, സൈൻ എച്ച് ഐ എക്സ്. അപ്പൊ ഈ രണ്ട് സൈഡിലും ഇപ്പം ഐ ഉണ്ടല്ലോ, ഐ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ എച്ച് ഐ എക്സ് ഇസ് ഈക്വൽ ടു ഐ സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇതെല്ലാം വെറുതെ ഐ എക്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതിയേക്കുവാണ്, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ടാൻ എച്ച് എക്സിന്റെയും കോട്ട് എച്ച് എക്സിന്റെയും ഗ്രാഫാണ്. Identities of hyperbolic functions. All trigonometric identities also hold for hyperbolic functions. നമ്മൾ കുറെ trigonometric identities പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇക്വൽ ടു 1, അതൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെ കുറെ എണ്ണം കോസ് ടു എക്സ്, സൈൻ ടു എക്സ്, അതിന്റെ എല്ലാ ഫോർമുലാസ് ഇതെല്ലാം trigonometric identities പെടുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ ഐഡന്റിറ്റീസും ഉണ്ട്. വിത്ത് ദി ഫോളോയിങ് മോഡിഫിക്കേഷൻ. അപ്പൊ അവിടെ ഒരു മാറ്റം വരുത്തണം. സൈൻ സ്ക്വയർ എക്സിന് പകരം സൈൻ സ്ക്വയർ നമ്മൾക്ക് അറിയാവുന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിനകത്ത് സൈൻ സ്ക്വയർ എക്സ് എവിടൊക്കെ വന്നിട്ടുണ്ടോ അത് അവിടെയെല്ലാം നമുക്ക് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കണം. അപ്പൊ നമുക്ക് ഹൈപ്പർബോളിക്കിനകത്തിലെ ഐഡന്റിറ്റീസ് കിട്ടും. ആൻഡ് വൈസ് വേഴ്സ, അതേപോലെ തിരിച്ചു. പിന്നെ ടാൻ സ്ക്വയർ എക്സിന് പകരം നമ്മള് അവിടെ മൈനസ് വന്ന എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ആ സൈൻ സ്ക്വയർ എക്സിന് വന്ന മാറ്റമാണ് ഈ ടാൻ സ്ക്വയറിലേക്കും വന്നേക്കുന്നത്. കാരണം ടാൻ സ്ക്വയറിനകത്ത് സൈൻ സ്ക്വയർ എക്സ് വരുന്നുണ്ട്. ബേസിക്കലി സൈൻ സ്ക്വയർ എക്സ് മാറ്റിയിട്ട് അവിടെ മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് കൊടുക്കുക, അത് ഓർത്താൽ മതി. പിന്നെ ഇത് ഏതൊക്കെ ഫംഗ്ഷൻസിന്റെ പാർട്ടായിട്ട് വരുമ്പോഴും അത് മാറ്റണം എന്നുകൂടെ ഓർത്താൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഹൈപ്പർബോളിക് ഐഡന്റിറ്റി അനലോഗസ് ടു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇക്വൽ ടു 1. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ കുറെ ഐഡന്റിറ്റികൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ അഥവാ തെറ്റി പോവുകയാണെങ്കിൽ അത് അറിയാൻ സാധിക്കും. കോസ് സ്ക്വയർ എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ കോസ് എച്ച് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് കോസ് എച്ച് സ്ക്വയർ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. പക്ഷെ സൈൻ സ്ക്വയർ എക്സിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഇക്വൽ ടു 1. അതാണ് കറസ്പോണ്ടിങ് ഐഡന്റിറ്റി. സിമിലർലി വി ഗെറ്റ് സീക്ക് എച്ച് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ടാൻ എച്ച് സ്ക്വയർ എക്സ് ആണ്. കോസ് എച്ച് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് എച്ച് സ്ക്വയർ എക്സ് മൈനസ് 1. സൈൻ എച്ച് 2x is equal to 2 sin hx cos hx. Cos h 2x is equal to cos h square x plus sin h square x. Okay. ഇതെല്ലാം ഇടാം. ഓക്കെ. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന ഐഡന്റിറ്റീസ് എങ്ങനെ കിട്ടിയെന്ന് അറിയാം. നമുക്ക് അറിയാവുന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിക്ക് അകത്ത് ഇതേപോലെ തന്നെ സൈൻ സ്ക്വയർ
സൈൻ സ്ക്വയർ എക്സ് വന്നിരിക്കുന്നതിന്റെ പകരം നമ്മൾ മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 4 ഐഡന്റിറ്റീസും ഇതിന് അനലോഗസ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിച്ച് ഓർമ്മയുണ്ടാവും. അതിനകത്തിൽ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറയുക കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് പുതിയതായിട്ട് പഠിക്കാനിരുന്ന സെക്ഷൻ. സോ അപ്പൊ അവിടെ കിട്ടുന്നില്ലെങ്കിൽ സൈനെ ആണല്ലോ ഡൗട്ട് ചോദിച്ചത് ലോഗിന്റെ. അപ്പൊ ഞാൻ ലോഗിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുമോ അതോ റെക്കോർഡഡ് ആയിട്ട് ഇടണോ ഒന്നുകൂടെ? സൈന സൈന കേക്കാവോ? ഓക്കെ, ഞാനത് എന്തായാലും പറയാം. ഞാൻ പഠിപ്പിച്ചതാണ് കോംപ്ലക്സ് ലോഗരിതംസ് ആൻഡ് കോംപ്ലക്സ് പവേഴ്സ് എന്നുള്ളത്. ഞാനത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. കുറച്ച് ടഫ് ആയത് കാരണം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. Let us denote the natural logarithm of a complex number z. ഇപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ ലോഗരിതം മാത്രമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ലോഗരിതം കുറച്ച് ഡിഫറെന്റ് കണ്ടുപിടിക്കുന്നത്. Let us denote the natural logarithm of a complex number z by w is equal to ln z. അപ്പൊ ലോഗരിതം രണ്ട് തരത്തിലുണ്ടല്ലോ. നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ ലോഗരിതം ടു ദ ബേസ് ഇ ആണ്. പിന്നെ അല്ലാത്ത നമ്മളുടെ ലോഗ് ലോഗ് നമ്മള് ലോഗരിതം ടു ദ ബേസ് 10ന്റേതാണ്. അപ്പൊ ഇവിടെ നമ്മള് നാച്ചുറൽ ലോഗരിതത്തെ കുറിച്ച് ആണ് പഠിക്കുന്നത്. Let us denote the natural logarithm of a complex number z by w is equal to ln z. അപ്പൊ z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, അതിന്റെ നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ ക്യാപിറ്റൽ ln ഓഫ് z എന്ന് നമ്മൾ എഴുതും. അങ്ങനെ കാണിക്കുന്നത് ആ നമ്പർ എന്താണോ അതിനെ w എന്ന് വിളിക്കുന്നു എന്ന് വിചാരിക്കുക. w is equal to അതിന്റെ നാച്ചുറൽ ലോഗരിതം ആണ് ln ഓഫ് z. Where the notation ln will be explained shortly. ln എന്താണെന്ന് പറയും. Thus w must satisfy. ഇപ്പൊ w is equal to ln z ആണെങ്കിൽ z equal to e raised to w ആയിരിക്കണം. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇതിനകത്ത് ln ഇതിനോട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ln of z equal to റൈറ്റ് സൈഡിൽ എന്ത് കിട്ടും? ln of e raised to w. അപ്പൊ ലോഗരിതം എക്സ്പോണൻഷ്യലൂടെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ln of e raised to w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? w തന്നെ കിട്ടും. ഇപ്പൊ എന്ത് കിട്ടി? ln of z is equal to w എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ w is equal to ln z ആണെങ്കിൽ z equal to e raised to w ആയിരിക്കും. അത് w സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇനി we know that z1 into z2 is equal to z is equal to e raised to w ആണെങ്കിൽ z1 എന്ന് പറഞ്ഞാൽ e raised to w1 ആണ്, z2 എന്ന് പറഞ്ഞാൽ e raised to w2 ആണ്. അപ്പൊ z1 into z2 is equal to e raised to w1 into e raised to w2 എന്ന് എഴുതാം, equal to e raised to w1 plus w2. ഇങ്ങനെ എഴുതാമല്ലോ. ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് ടേക്കിംഗ് ലോഗരിതംസ് ഓഫ് ബോത്ത് സൈഡ്സ് വി ഫൈൻഡ്. രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുന്നു. ln of z1 z2 is equal to റൈറ്റ് സൈഡിൽ ഇത് എന്തായിട്ട് മാറും? ln of e raised to വന്നു കഴിഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ ഇത് തന്നെയാണ്, w1 plus w2. അത് ഇൻവേഴ്സ് ആയതുകൊണ്ട് w1 plus w2 എന്ന് കിട്ടും. ഈക്വൽ ടു w1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? z1 is equal to e raised to w1 ആണെങ്കിൽ w1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln z1 ആണ്, പ്ലസ് w2 എന്ന് പറഞ്ഞാൽ ഇതേപോലെ എന്ത് കിട്ടും? ln z2 എന്ന് കിട്ടും, പ്ലസ് ln z2. അപ്പോ ln of z1 z2 is equal to ln z1 plus ln z2. ഇതൊക്കെ നമ്മുടെ ln ന്റെ പ്രോപ്പർട്ടീസ് ആണ്. Now let's see what are the properties of ln z. മറ്റു പ്രോപ്പർട്ടീസിലേക്ക് പോവാം. We know that the argument of a complex number. അപ്പൊ നമുക്ക് ഈ ലോഗരിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആർഗ്യുമെന്റ് ആവശ്യമുണ്ട്. അതിനാണ് വീണ്ടും ഈ ആർഗ്യുമെന്റിനെ കുറിച്ച് പറയുന്നത്. ആർഗ്യുമെന്റിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പഠിപ്പിച്ചാണ്, ലൈവ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് എ മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റിയൽ ലൈനിൽ നമ്പർ 1 എടുക്കുന്നു വിചാരിക്കുക. ഈ നമ്പർ 1ന്റെ ആർഗ്യുമെന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് 0 എന്ന് പറയും.
ഇനി 360 എന്ന് പറഞ്ഞാലും ശരിയാണ്, 2π എന്ന് പറഞ്ഞാലും ശരിയാണ്. കാരണം നമ്മള് 1 ന്ന് തുടങ്ങി വട്ടം കറങ്ങി വീണ്ടും 1ന്റെ അടുത്ത് വന്നാലും നമ്പർ 1 തന്നെയാണ്, പക്ഷെ ഇപ്പൊ ആർഗ്യുമെന്റ് 2π ആയി. വീണ്ടും നമ്മൾ വട്ടം കറങ്ങി ഒന്നുകൂടെ വട്ടം കറങ്ങി 1ന്റെ അടുത്ത് വന്നാലും ആർഗ്യുമെന്റ് ഇപ്പൊ 4π ആയി, പക്ഷെ നമ്പർ 1 തന്നെയാണ്. അപ്പൊ മനസ്സിലായി. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ആർഗ്യുമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പർ 1 എന്ന് തന്നെയാണ്. അപ്പൊ ഇതേപോലെ നമ്മള് പറഞ്ഞ അങ്ങനെയാണ് ഈ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ ആവുന്നത്. ഒരേ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമുക്ക് ഒന്നിലധികം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് നമുക്ക് കിട്ടും. Thus in polar form the complex number z can be written as. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇങ്ങനെ പറയാൻ ശരിക്കും പറയേണ്ടത് ഇങ്ങനെയാണ്. z = r × e raised to i into തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഈ പ്രിൻസിപ്പൽ വാല്യൂ ആയിരിക്കും. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ നമ്പറാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ -π-നും π-നും ഇടയിൽ വരുന്ന ഒരു ആർഗ്യുമെന്റ്, ആ ആർഗ്യുമെന്റ് ആണ് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രിൻസിപ്പൽ വാല്യൂ ആയിരിക്കും ഈ തീറ്റ. അതെ +2nπ എന്ന് പറയുന്നതാണ് ഇങ്ങനെ പറയുന്നതാണ്. കാരണം ഈ n-ന്റെ സ്ഥാനത്ത് ഏത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് z ഇങ്ങനെ തന്നെ കിട്ടും. മനസ്സിലായോ? n-ന്റെ സ്ഥാനത്ത് 0 +or-1 +or-2 ഏത് കൊടുത്തു കഴിഞ്ഞാലും r × e raised to i into θ + 2nπ. അതെന്തുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. r × e raised to i into θ + 2nπ നമുക്ക് e raised to i θ into e raised to i into 2nπ എന്ന് എഴുതാമല്ലോ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? e raised to i into 2nπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by De Morgan's formula cos 2nπ plus i sin 2nπ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോ നമുക്ക് എന്ത് കിട്ടും? e raised to i θ into 1 എന്ന് കിട്ടും. അപ്പൊ r × e raised to i θ. അപ്പം e raised to i into θ plus 2nπ എന്ന് എഴുതാം. കാരണം എന്താ? തീറ്റ ആയാലും തീറ്റയുടെ കൂടെ പ്ലസ് 2nπ n-ന് ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ കറസ്പോണ്ടിങ് ആർഗ്യുമെന്റിന് ഇതായിട്ട് നമുക്ക് കിട്ടുന്ന ഈ കോംപ്ലക്സ് നമ്പർ z തന്നെയാണ്. അപ്പൊ z-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ആർഗ്യുമെന്റ്സും നമ്മൾ ഇവിടെ കാണിക്കുന്നു. r × e raised to i into θ plus 2nπ. Taking the logarithm of both sides we get ln അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ln z = ln r. അപ്പൊ നോക്കിക്കേ, ഇവിടെ സ്മോൾ ലെറ്റർ r എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ്. അപ്പൊ റിയൽ ലോഗരിതത്തിനെ നമ്മൾ സ്മോൾ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ln r പ്ലസ് i into θ plus 2nπ. ഈ വരുന്നിടത്ത് ലോഗരിതം എടുക്കുമ്പോൾ അത് രണ്ടുകൂടെ ഇൻവേഴ്സസ് ആയതുകൊണ്ട് നമുക്ക് ഇത് തന്നെ കിട്ടും, i into θ plus 2nπ, where the ln r is the natural logarithm of the real positive quantity r. From equation 1, ഇപ്പൊ equation 1 എഴുതിയിട്ടുണ്ട്. From equation 1 we see that ln z is itself multivalued. അപ്പൊ നോക്കിക്കേ, നമുക്ക് ln z എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? z = r × e raised to i into θ plus 2nπ ആണെങ്കിൽ ln z എന്ന് പറഞ്ഞാൽ ln r plus i into θ plus 2nπ ആണ്. അപ്പൊ ഈ n-ന്റെ ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും കിട്ടുന്നത് നമുക്ക് ഓരോ ln z-ന്റെ വാല്യൂസ് ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു z-ന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമുക്ക് ഈ n മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ഓരോരോ വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൾട്ടി വാല്യൂഡ് ആണെന്നല്ലേ. അപ്പൊ ആർഗ്യുമെന്റ് മൾട്ടി വാല്യൂഡ് ആയതുകൊണ്ടാണ് നമ്മുടെ ln z മൾട്ടി വാല്യൂഡ് ആയത്. From equation 1 we see that ln z is itself multivalued. To avoid this multivalued behavior, we define another function small ln z, the principal value of ln z. അപ്പോൾ നേരത്തെ തന്നെ ആർഗ്യുമെന്റിന്റെ പ്രിൻസിപ്പൽ വാല്യൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ആ പ്രിൻസിപ്പൽ വാല്യൂ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ലോഗരിതത്തിന് ഒരു പ്രിൻസിപ്പൽ വാല്യൂ പറയാം. കാരണം ഫംഗ്ഷൻസ് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ? ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു വാല്യൂ കിട്ടുന്നില്ല, അല്ല ഒന്നിലധികം വാല്യൂ അല്ലല്ലോ. അപ്പൊ അതിനെ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln z ഡിഫൈൻ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് -π-നും π-ക്കും ഇടയിലായിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതേ തീറ്റ തന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗരിതവും കിട്ടും. ആ ലോഗരിതമാണ് ഈ സ്മോൾ ln z. ഓക്കെ, ഇവാലുവേറ്റ് ക്യാപിറ്റൽ ln ഓഫ് -i ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഈ ln ഓഫ് -i കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ആർഗ്യുമെന്റ് വേണം, പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആർഗ്യുമെന്റ് ഓഫ് -i ആദ്യം കണ്ടുപിടിക്കുക. അപ്പം നമ്മുടെ ജനറൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ -iയുടെ ആർഗ്യുമെന്റ് നമുക്കറിയാം -π/2 ആണ്. -i എവിടാ വരുന്നേ? i എവിടാ വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. y ആക്സിസ്, പോസിറ്റീവ് y ആക്സിസിൽ 1 ഡിസ്റ്റൻസ് മുകളിലേക്ക് മാറിയാണ്. -i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് y ആക്സിസിൽ 1 ഡിസ്റ്റൻസ് താഴോട്ട് മാറിയാണ് വരുന്നത്. അതിന്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് റിയൽ ആക്സിസ് നിന്ന് താഴേക്ക് അളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ
മെഷർ ചെയ്യുമ്പോൾ അത് -5/2 ആണ് വരുന്നത്. നമ്മൾ -5/2 ആ എഴുതുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് ആദ്യം എഴുതുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 നും π നും ഇടയിലുള്ള വാല്യൂ ആദ്യം എഴുതുന്നു. -5/2 പ്ലസ് 2n/, എഴുതണം. n belongs to z. അപ്പോ -i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ പോളാർ ഫോം എഴുതുന്നത്? r(e⁻i⁻θ ഫോമിലല്ലേ എഴുതുന്നത്. ഇനി -i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്താണ്? 1 ആണ്. മോഡുലസ് 1 ആയതുകൊണ്ട് r എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 × e⁻i⁻θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതാണ് ആർഗ്യുമെന്റ് ഓഫ് -i. θ എന്ന് പറഞ്ഞാൽ -5/2 + 2n/, എന്ന് കിട്ടും. ഇനി രണ്ട് സൈഡിലും ln അപ്ലൈ ചെയ്യുക. ln of -i is equal to ln of e⁻i × -5/2 + 2n/, എന്ന് കിട്ടും. ഈക്വൽ ടു നമുക്ക് ln of e⁻, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻവേഴ്സസ് ആയതുകൊണ്ട് നമുക്ക് i കിട്ടും. അതായത് e⁻, അതിന്റെ പവർ എന്താണോ അത് കിട്ടും. പണ്ടൊക്കെ നമ്മൾ പറയുന്ന രണ്ടുകൂടെ ക്യാൻസൽ ചെയ്യുന്നതായിരുന്നു ln e⁻. അപ്പൊ i × -5/2 + 2n/, എന്ന് കിട്ടും. Where the n is any integer. ഓക്കെ. ഇപ്പൊ n ന്റെ ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും നമുക്ക് l ന്റെ ഓരോ വാല്യൂസ് കിട്ടും. ഹെൻസ് ln of -i is equal to -i/2. അടുത്തത് n ന് 1 കൊടുക്കും. ആദ്യം കിട്ടിയ ഈ -i/2 n ന് 0 കൊടുക്കുമ്പോൾ ഉള്ളതാണ്. അടുത്ത n ന് 1 കൊടുക്കുമ്പോൾ 3i/2. ആഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് ഞാനത് അങ്ങനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്ത. -5/2 + 2π 3i/2 എന്ന് കിട്ടും. ഇനി അടുത്തത് n ന് 1 കൊടുത്തു. ഇനി -1 കൊടുക്കാം, 2 കൊടുക്കാം, -2 കൊടുക്കാം, അങ്ങനെ കൊടുത്ത് പോവാം. ഹെൻസ് ln of -i is equal to -i/2, 3i/2, etc. Here the principal value of ln of -i is given by പ്രിൻസിപ്പൽ വാല്യൂനെ നമ്മൾ സ്മോൾ ലെറ്റർ l കൊണ്ട് കാണിക്കും. ln of -i is equal to -5/2 ആണ് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, -i/2. അപ്പൊ അതായത് ഈ +2n/, നോക്കണ്ട, അതല്ലാതുള്ള അതിന്റെ ആ വാല്യൂ ആണ് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആര് ശ്രദ്ധിക്കണം, നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ എടുക്കുമ്പോൾ നമ്മുടെ ആർഗ്യുമെന്റ് -5 നും π നും ഇടയിലാണോ ശ്രദ്ധിക്കുക. ഇവിടെ ആർഗ്യുമെന്റ് -5/2 ആണ്, അത് -5 നും π നും ഇടയിലുമാണ്. അടുത്തൊരു എക്സാമ്പിൾ z = 1 ആണ്. z = 1 ന്റെ ലോഗരിതം നമുക്ക് കണ്ടുപിടിക്കാം. വിത്ത് z = 1 അതിനെയും ഇതേപോലെ തന്നെ നമ്മൾ r(e⁻i⁻θ ഫോമിൽ ആദ്യം എഴുതണം. r(e⁻i × θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ θ നമ്മൾ എഴുതുന്നത് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ആയിരിക്കും. അതായത് 1 എന്ന് പറയുന്ന റിയൽ നമ്പറിന്റെ ആർഗ്യുമെന്റ് 0 ആണല്ലോ. 0 + 2n/, equal to e⁻i × 2n/. Here we have r is equal to 1 and θ equal to 0. അപ്പൊ ln അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ln of 1 is equal to small letter ln of 1 plus i into 0 plus 2n/, equal to ln of 1 plus 2n/, being natural logarithm of 1. 1 ന്റെ natural logarithm ln 1 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നമുക്കറിയാം. Hence the equation above implies ln of 1 is equal to 2n/i ആണ്. n ന് 0 plus or minus 1 plus or minus 2 ഇതെല്ലാം കൊടുക്കാം. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് കിട്ടുന്നത്? പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ln 1 തന്നെയാണ്. അതായത് n 0 ആയിരിക്കുമ്പോഴാണ് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കിട്ടുന്നത്. 2n/, പിന്നെ ആഡ് ചെയ്യത്തില്ല. പ്രിൻസിപ്പൽ വാല്യൂ എടുക്കുമ്പോൾ 2n/, ആഡ് ചെയ്യാതുള്ളതാണ് എഴുതേണ്ടത്. 2n/, ആഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ടേം അങ്ങ് 0 ആയി പോകും. ക്യാപിറ്റൽ ln of 1 എന്ന് പറഞ്ഞാൽ സ്മോൾ ln of 1 മാത്രമായിട്ട് മാറും. അത് എന്റെ വാല്യൂ 0 ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ z is equal to -1 ന്റേതാണ്. ഇതിനെ ആദ്യം എന്ത് ചെയ്യണം? r(e⁻i⁻θ ഫോമിൽ എഴുതണം. r എന്ന് പറഞ്ഞാൽ മോഡുലസ് 1 ആണെന്ന് അറിയാലോ. -1 ന്റെ 1 × e⁻i × -1 ന്റെ ആർഗ്യുമെന്റ് നമുക്കറിയാം π ആണ്. π ഈക്വൽ ടു ഇതിനെ e⁻i × π + 2n/, എന്ന് എഴുതണം. പോസിബിൾ ആയിട്ടുള്ള എല്ലാ ആർഗ്യുമെന്റും എഴുതണം. അപ്പൊ ln of -1 is equal to ln of 1 plus, കാരണം നമ്മൾ ആദ്യമേ ജനറൽ ഫോം എഴുതിയതാണ്. ln of z is equal to ln r plus i × e⁻θ plus 2n/, എന്നാണ് നമ്മൾ ജനറൽ ഫോം എഴുതിയതാണ്. അത് യൂസ് ചെയ്തിട്ടാണ് ഓരോ പ്രാവശ്യവും ഇത് എഴുതുന്നത്. ഇവിടെ 1 എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കൂടെ വന്നിരിക്കുന്ന മോഡുലസ് 1 അല്ലേ. 1 × e⁻1 ആണ്. അവിടെ ഒന്നും ഇല്ല, അപ്പൊ 1 ആണ്. ln 1i plus i × i⁻θ എന്നുള്ള i × π plus 2n/, n is equal to 0 plus or minus 1 plus or minus 2, etc. ഇനി സിൻസ് ln of 1 is equal to 0, നാച്ചുറൽ ലോഗരിതം ഓഫ് 1 എന്ന് പറയുന്നത്
0 ആണ്, the above equation implies capital Ln of -1 is equal to നമുക്ക് 2n plus 1 into pi I എന്ന് കിട്ടും. n is equal to 0 plus or minus 1 plus or minus 2, etc. ഇനി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് Ln of -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2n by 0 ആകുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. 2n by 0 ആകുമ്പോഴാണ് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കിട്ടുന്നത്. അപ്പൊ 2n by 0 ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? പൈ ഐ ഉണ്ടല്ലോ. അപ്പൊ Ln of -1 എന്ന് പറഞ്ഞാൽ i into പൈ എന്ന് കിട്ടും. അങ്ങനെയാണ് ലോഗരിതം കണ്ടുപിടിക്കുന്നത്. ഇനി കോംപ്ലക്സ് പവറുകൾ എടുക്കുന്നതിനെ കുറിച്ചാണ്. z power of t കോംപ്ലക്സ് എക്സ്പോണൻസ്. If z and t are both complex numbers, then the z power of t is defined by. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് എന്താ പറയുക, രണ്ടും കോംപ്ലക്സ് നമ്പേഴ്സ് ആയി. പവർ എടുക്കുമ്പോൾ ടിയും കോംപ്ലക്സ് നമ്പർ, ഇസഡും കോംപ്ലക്സ് നമ്പർ. അപ്പൊ ടി റേസ് ടു ഇസഡ് എങ്ങനെ കണ്ടെത്തും? ഇങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടുണ്ടാവത്തില്ല നിങ്ങൾ നേരത്തെ. അപ്പൊ ടി റേസ് ടു ഇസഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അവിടെ ലോഗരിതമോ എക്സ്പോണൻഷ്യലൂടെ ചേർത്ത് ഉപയോഗിക്കുകയാണ്. ഇ റേസ് ടു ഇസഡ് ഇൻറ്റു എൽ എൻ ടി എന്ന് നമുക്ക് ടി റേസ് ടു ഇസഡിനെ എഴുതാം. അതെങ്ങനെയാണെന്നറിയോ? ഇ റേസ് ടു ഇസഡ് ഇൻറ്റു എൽ എൻ ടിനെ ഇസഡ് ഇൻറ്റു എൽ എൻ ടിനെ നമുക്ക് എൽ എൻ ഓഫ് ടി റേസ് ടു ഇസഡ് എന്ന് എഴുതാം. അപ്പൊ ഇ റേസ് ടു എൽ എൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് മാറും? അത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് ഇൻവേഴ്സസ് ആയതുകൊണ്ട് നമുക്ക് ടി റേസ് ടു ഇസഡ് എന്ന് കിട്ടും. അപ്പൊ ടി റേസ് ടു ഇസഡിനെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഇസഡ് ഇൻറ്റു എൽ എൻ ടി എന്ന് എഴുതാം. സിൻസ് എൽ എൻ ടി ഈസ് മൾട്ടി വാല്യൂഡ്, എൽ എൻ ടി മൾട്ടി വാല്യൂഡ് ആണെന്ന് കണ്ടു നമ്മൾ. സോ ടു ഈസ് ദിസ് ഡെഫിനിഷൻ. അപ്പൊ ഈ പവറും മൾട്ടി വാല്യൂഡ് ആണ്. ഇവാലുവേറ്റ് ഐ റേസ് ടു മൈനസ് 2i. അപ്പൊ നമ്മൾ ഈ തുടക്കത്തിൽ പഠിച്ച ഡെഫിനിഷൻ ഓർക്കണം. ടി റേസ് ടു ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് ഇൻറ്റു എൽ എൻ ടി. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ ടി ഐ ആണ്, ഇസഡ് എന്ന് പറയുന്നത് പവർ ആണ്, -2i ആണ്. സിൻസ് ഐ ഈസ് ഈക്വൽ ടു, ഐനെ നമുക്ക് ഇ റേസ് ടു ഐ പൈ ബൈ 2 എന്ന് എഴുതാം. അതെങ്ങനെ കിട്ടുന്നതെന്ന് അറിയാമോ? ഈ ഐന്റെ പോളാർ റെപ്രസെന്റേഷൻ എഴുതിയിരിക്കുന്നത് ഇ റേസ് ടു ഐ പൈ ബൈ 2 എന്ന് പറയുന്നത്. ഐന്റെ മോഡുലസ് 1 ആണ്, ആർഗ്യുമെന്റ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പൈ ബൈ 2 ആണ്. അപ്പൊ ആർ ഇ റേസ് ടു ഐ തീറ്റ ഇ റേസ് ടു ഐ പൈ ബൈ 2 ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 2n ബൈ എന്ന് എഴുതുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞ. ഇനി വിത്ത് ആർ ഈസ് ഈക്വൽ ടു 1 ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 വി ഹാവ് എൽ എൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ എൽ എൻ ആർ എ പ്ലസ് ഐ ഇൻറ്റു നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എൽ എൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു എൽ എൻ 1 എ പ്ലസ് ഐ ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 2n പൈ ഈക്വൽ ടു എൽ എൻ 1 0 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ സം ചെയ്യുമ്പോൾ 4n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2 ഇൻറ്റു ഐ എന്ന് കിട്ടും. ഐ റേസ് ടു മൈനസ് 2i ഈക്വൽ ടു ഐ റേസ് ടു മൈനസ് 2 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ എങ്ങനെ നമ്മൾ എഴുതി? ഇ റേസ് ടു ഇസഡ് ഇൻറ്റു എൽ എൻ ടി എന്ന് എഴുതാം. ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2i ഇൻറ്റു 4n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2 ഇൻറ്റു ഐ എന്ന് എഴുതാം. ഈക്വൽ ടു അതെങ്ങനെ നമുക്ക് കിട്ടിയേ? നമ്മള് ഇ റേസ് ടു ഈ ഇസഡിന്റെ കൊടുക്കേണ്ടത്, ഇസഡിന് നമ്മൾ ഇവിടെ -2i ആണ്, ആ -2i ആണ് ഈ കിടക്കുന്നത്. എൽ എൻ ടി നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു, എൽ എൻ ഓഫ് ഐ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ കൊടുക്കുന്നത്. ടി എന്ന് പറയുന്നത് ഐ ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ 4n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2 ഇൻറ്റു ഐ ഈക്വൽ ടു രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 4n പ്ലസ് 1 ഇൻറ്റു പൈ ഇത് കിട്ടും. ഇവിടെ മൈനസ് ഐ ഐയുടെ ചേരുമ്പോൾ 1 ആവും. ഈ 2 ഇൻറ്റു കൂടെ ക്യാൻസൽ ആവും, ഇങ്ങനെ പോകും. n is equal to 0 plus or minus 1 plus or minus 2, etc. Remark: e raised to 4n plus 1 into pi are all real numbers for n is equal to 0 plus or minus 1 plus or minus 2, etc. e raised to 4n plus 1 into pi എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e raised to x, x റിയൽ ആണെങ്കിൽ e raised to x റിയൽ നമ്പർ ആണ്. for 0 plus or minus 1 plus or minus 2, ഇവിടെ 4n plus 1 into pi എന്ന് പറയുന്നത് ഇതെല്ലാം റിയൽ നമ്പേഴ്സ്. അപ്പൊ e raised to x ഫോമിലാ വന്നിരിക്കുന്നത്, അതൊരു റിയൽ നമ്പർ ആണ്. ദിസ് ഷോസ് ദാറ്റ് ഓൾ വാല്യൂസ് ഓഫ് ഐ റേസ് ടു മൈനസ് 2i ആർ റിയൽ നമ്പേഴ്സ്. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച ഒരു കോംപ്ലക്സ് നമ്പറെ റേസ് ടു മറ്റൊരു കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് പക്ഷേ റിയൽ നമ്പർ ഇ റേസ് ടു 4n plus 1 into pi. ഇവിടെ കൂടെ ഒരു ഐ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരുന്നു. ഇവിടെ ഐ ഇല്ല, ഫുൾ റിയൽ നമ്പർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ തരുന്ന വാല്യൂ ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഇത് ചുമ്മാ ഇവിടെ എന്ത് കിട്ടിയെന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. എക്സാമ്പിൾ 6, ഇഫ് z equal r e raised to I theta, find z raised to I. മറ്റൊരു പ്രോബ്ലം ആണ്. അപ്പൊ ഇവിടെയും നമ്മൾ ln z is equal to ln r plus I into theta plus 2n by എന്ന് പറയുന്ന നമ്മുടെ ലോഗിന്റെ ഫോർമുല യൂസിങ് ദ ഡെഫിനിഷൻ വിത്ത് t equal to z. ഇപ്പൊ t raised to z എന്നാണ്. അപ്പൊ ഇവിടെ t is equal to
ടിയുടെ സ്ഥാനത്ത് ഇസഡ് ആൻഡ് ഇസഡ് നമ്മൾ ആർ ഇറേസ് ടു ഐ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ ഇസഡ് റേസ് ടു ഐ വി ഒബ്റ്റൈൻ ഇസഡ് റേസ് ടു ഐ ഈസ് ഈക്വൽ ടു ടി റേസ് ടു ഇസഡ് ഈസ് ഈക്വൽ ടു ഇതിനെ ഇ റേസ് ടു ഇസഡ് എൽ എൻ ടി എന്ന് എഴുതണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. ടി റേസ് ടു ഇസഡിനെ നമ്മൾ ഇ റേസ് ടു ഇസഡ് ഇൻറ്റു എൽ എൻ ടി എന്ന് എഴുതണം. ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് ഐ ആണ്. ഇവിടെ ടി റേസ് ടു ഇസഡ് എന്നല്ലേ വന്നിരിക്കുന്നത്. പവർ ആണ് നമ്മൾ ഈ ഇസഡ് കൊണ്ട് ഡിനോട്ട് ചെയ്തു. നമ്മുടെ ജനറൽ ആയിട്ട് ടി റേസ് ടു ഇസഡ് എന്ന് നമ്മൾ പഠിച്ചതിനകത്ത് പവർ ആയിരുന്നു ഇസഡ്. പക്ഷെ ഇവിടെ ഇസഡ് താഴെ വന്നിരിക്കുന്നു. നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇസഡിന് ഐ എൽ എൻ ടി ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇൻറ്റു ടി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇസഡ് അത് കൊടുത്തു. കൺഫ്യൂഷൻ ആവരുത്. ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇൻറ്റു നമ്മൾ എൽ എൻ ഇസഡ് എന്ന് പറഞ്ഞാൽ എൽ എൻ ആർ ഐ പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2n ബൈ എന്ന് കൊടുത്തു. ഈക്വൽ ടു അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു ഐ ഇൻറ്റു എൽ എൻ ആർ ഐ മൈനസ് തീറ്റ പ്ലസ് 2n ബൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഓഫ് തീറ്റ പ്ലസ് 2n ബൈ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു എൽ എൻ ആർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഓഫ് തീറ്റ പ്ലസ് 2n ബൈ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു എൽ എൻ ആർ നമുക്ക് കോസ് എൽ എൻ ആർ ഐ പ്ലസ് ഐ ഇൻറ്റു സൈൻ എൽ എൻ ആർ എന്ന് എഴുതാം. അത്രേ ഉള്ളൂ ആ പ്രോബ്ലം. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ സെക്ഷൻ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ.